പരോനൈക്യ എന്നത് നഖത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിലുണ്ടാകുന്ന വീക്കവും അണുബാധയുമാണ്. ഇത് സാധാരണയായിട്ട് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഇത് കൈവിരലുകളെയോ അല്ലെങ്കിൽ കാൽവിരലുകളെയോ ബാധിക്കാം. ഞാൻ ഡോക്ടർ ജിഷ മേരി, ഹോമിയോ ഡോക്ടറും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമാണ്. വേദന, ചുവപ്പ്, വീക്കം, ചിലപ്പോൾ പഴുപ്പ് എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത്. നഖത്തിന് ചുറ്റുമുള്ള സ്കിന്നിന് മുറിവേൽക്കുകയോ അല്ലെങ്കിൽ ഒരു പോറൽ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ രോഗാണുക്കൾ അതിലൂടെ കടന്നു കയറുന്നു. നഖം കടിക്കുകയോ മാന്തുകയോ ചെയ്യുക, നഖം പറിച്ചെടുക്കുക തുടങ്ങിയ ശീലങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർ, പ്രമേഹമുള്ളവർ, ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറഞ്ഞവർ, ഇവരിലൊക്കെ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നു. കാൻഡിഡ അല്ലെങ്കിൽ ഒരുതരം ഫംഗസ് അല്ലെങ്കിൽ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്നുപോലെയുള്ള ബാക്ടീരിയാസ് ഒക്കെയാണ് ഇത് കോസ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നത്. ഇനി നഖത്തിന് ചുറ്റുമുള്ള സ്കിന്നിൽ ചുവപ്പ് നിറമുണ്ടാവും, വീക്കം ഉണ്ടാവും, വേദനയുണ്ടാവും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അതുപോലെ തന്നെ ആ പഴുപ്പ് നിറഞ്ഞിട്ടൊരു ചെറിയ തടിപ്പ് പോലെ ഉണ്ടാവുകയും ചെയ്യും. അസഹനീയമായ വേദനയായിരിക്കും അതിനുണ്ടാവുക. അതുപോലെ നഖത്തിൽ നിറവ്യത്യാസവും കാണാറുണ്ട്. നഖങ്ങൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇതുപോലെ രോഗമുള്ളവർ നനവില്ലാതെ കൈകാര്യം ചെയ്യുക നമ്മുടെ കൈ ഉപയോഗിക്കുമ്പോഴൊക്കെ. അതുപോലെ തന്നെ നനവുള്ള ജോലികൾ ചെയ്യുന്നത് അത്യാവശ്യമാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നഖം കടിക്കുന്ന ശീലം കുട്ടികളിൽ പ്രത്യേകം അത് ഒഴിവാക്കണം. ഹെപ്പാസൽഫസ്, സൈലീഷ്യ, ഗ്രഫൈറ്റിസ്, മെർക്സോൾ, കാൽക്കുലസ്, മർട്ടസ് കമ്മ്യൂണിസ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ മറക്കരുത്. ആരോഗ്യ സംബന്ധമായ മറ്റു വിഷയവുമായി കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഓഫ് ഡോക്ടർ ജിഷ മേരി.